ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു മുട്ട റോസ്റ്റിൻ്റെ വീഡിയോ ഒന്ന് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയതും അടിപൊളി ടേസ്റ്റിൽ ചെയ്യാൻ പറ്റിയതായിട്ടുള്ള ഒരു വീഡിയോ ഒന്ന്. അപ്പോൾ ഞാനത് എങ്ങനെ ഉണ്ടാക്കിയെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഏകദേശം മുട്ട റോസ്റ്റ് എല്ലാവർക്കും അറിയാം, എന്നാലും ഇങ്ങനെയും കൂടെ ഒന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ എളുപ്പത്തിൽ നമുക്ക് ഗ്യാസും ലാഭിക്കാം, സമയവും ലാഭിക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു കുക്കർ വെച്ചിട്ട് ഒരു 3-4 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കുക, കുക്കർ ചൂടായതിന് ശേഷം. എന്നിട്ട് ഞാനൊരു 3 സാധാരണ മീഡിയം സൈസ് ഉള്ളി ഇങ്ങനെ ഭയങ്കര നൈസായിട്ടൊന്നും അരിയണ്ട, സാധാരണ പോലെ അരിഞ്ഞെടുത്താൽ മതി. അങ്ങനെ അരിഞ്ഞെടുത്തിട്ട് അത് വാടാനുള്ള ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ട് അതിനൊന്ന് വാട്ടി കൊടുക്കുക. എന്നിട്ട് 3 പച്ചമുളകും 5 അല്ലി വെളുത്തുള്ളിയും ഒരു ചെറിയൊരു പീസ് ഇഞ്ചിയും കൂടെ മിക്സിയിൽ വെച്ച് ചതച്ചതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിൻ്റെ ഒക്കെ തന്നെ ഒരു 3 തക്കാളിയും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതെല്ലാം കൂടെ നമുക്കൊന്ന് ഇളക്കിയിട്ട് നല്ലോണം മിക്സാക്കി കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് കുറച്ച് മല്ലിച്ചപ്പും കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുക. അതും കൂടെ ഇട്ട് ശേഷം ഒന്നും കൂടെ നമുക്കിതെല്ലാം കൂടെ മിക്സാക്കി കൊടുക്കണം. പിന്നെ അതിലേക്ക് 2 പട്ട പൊട്ടിച്ചതും 2 ഏലക്ക 2 ഗ്രാമ്പു ഇതൊക്കെയും കൂടെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ കറിക്ക് നല്ലൊരു ഫ്ലേവറും കിട്ടും, ഒരു നല്ലൊരു ടേസ്റ്റും കിട്ടും. അതിന് വേണ്ടിയിട്ടാണ്. എന്നിട്ട് അതെല്ലാം കൂടി ഇട്ട് മിക്സ് ചെയ്തിട്ട് ചെറുതായിട്ടൊന്ന് വാടിയതിന് ശേഷം അതിലേക്ക് ഒരു 1/2 ടീസ്പൂണോളം ഗരം മസാല ഇട്ട് കൊടുക്കുക. 1/2 ടീസ്പൂണോളം കുരുമുളക് പൊടിയും കൂടെ ഇട്ട് കൊടുക്കുക. അതും കൂടെ ഇട്ട് കൊടുത്തിട്ട് 1 ടീസ്പൂണോളം കാശ്മീരി മുളക് പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും എല്ലാം കൂടി ഇട്ടിട്ട് നല്ലോണം ഒന്ന് മിക്സാക്കി കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ ഇതിൽ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നില്ല, മല്ലിപ്പൊടി വേണമെങ്കിൽ ഇട്ട് കൊടുത്താൽ അത് ഞാൻ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാണ്ടാണ് ഇതാക്കുന്നുള്ളത്. എന്നിട്ട് ഒരു 1/2 കപ്പ് വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് നമുക്കിത് ഇങ്ങനെ മാറ്റി വെക്കുക. അത് അടുപ്പിൽ തന്നെ ഇരിക്കട്ടെ. എന്നിട്ട് അതിൻ്റെ നടുക്ക് ഇതേപോലെ ഒരു ബൗൾ വെച്ച് കൊടുത്തിട്ടായിട്ട് മുട്ട ഇതിൻ്റെ അകത്താണ് വെക്കുന്നുള്ളത്. അപ്പോൾ പുഴുങ്ങാനായിട്ടാണ് ഇത്. അപ്പോൾ രണ്ടും നടക്കും, കറിയും നടക്കും, മുട്ട പുഴുങ്ങിയും കിട്ടും. അപ്പോൾ മുട്ട പീടികയിൽ കൊണ്ടുവന്നതിന് ശേഷം നല്ലോണം ഒന്ന് കഴുകിയെടുക്കുക. കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഇതേപോലുള്ള പാത്രത്തിലേക്ക് വെച്ച് കൊടുക്കുക. ചിലപ്പോൾ എല്ലാവരും ചെയ്യുന്നുണ്ടാവും, ചിലപ്പോൾ അറിയാത്തവരങ്ങനെ ചെയ്യാത്തവരുണ്ടെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് പറഞ്ഞു തന്നുള്ളൂ. എന്നിട്ട് ആ കിണ്ണത്തിലേക്ക് ഈ 5 മുട്ട ഞാൻ ഇപ്പോൾ എടുത്തിട്ടുള്ള അത് വേവാൻ വേണ്ടിയിട്ടുള്ള വെള്ളവും കൂടി വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇത് വെച്ച് കൊടുത്തിട്ട് ഞാൻ 2 ഫിസിൽ അടുപ്പിച്ചിട്ട് അത് വേവിച്ചിട്ടുണ്ട്. അപ്പോൾ ഫിസിൽ പോയി ആവി എല്ലാം പോയതിന് ശേഷം ഇതൊന്ന് തുറന്നു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മളെ ഈ മുട്ടക്കറി നല്ലോണം റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ മുട്ടയിൽ വെന്തുണ്ട്, പൊട്ടിയും കൂടെ വന്നിട്ടുണ്ട്. 2 ഫിസിൽ മാത്രം മതി. അപ്പോൾ മുട്ട ഒന്ന് മാറ്റി വെച്ചതിന് ശേഷം ആ കിണ്ണത്തിലുള്ള വെള്ളം കൂടെ ഒന്ന് മാറ്റി കൊടുക്കുക. എന്നിട്ട് നമ്മളെ മുട്ടക്കറി നല്ല അടിപൊളി മുട്ടക്കറിയാണ്, എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും. എന്നിട്ട് മുട്ടൻ്റെ തൊലിയെല്ലാം കളഞ്ഞിട്ട് ആ മുട്ടനെയും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അടിപൊളിയായിട്ട് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും, നല്ല ടേസ്റ്റുമാണ് ഇങ്ങനെ ചെയ്യുമ്പോൾ. എന്നിട്ട് ഞാനിത് ഇങ്ങനെ ഈ കറീനെ ഒരു ബൗളിലേക്ക് മാറ്റുന്നുണ്ട്. അപ്പോൾ നമുക്കിത് പത്തലിന്, ചപ്പാത്തിക്ക്, പുട്ടിന് എല്ലാത്തിനും ഇത് നല്ലൊരു അടിപൊളി കോംബോ ആയിട്ട് പോയിക്കോളും. ഞാൻ ഇതൊരു കിണ്ണത്തിലേക്ക് മാറ്റിയതിന് ശേഷം ഞാൻ ഇതിൻ്റെയൊക്കെ പത്തലാണ് ചുട്ടിട്ടുണ്ടായത്. അപ്പോൾ ഇത് പത്തലിനാണ് ഈ കറി എടുക്കുന്നത്. അപ്പോൾ കുറച്ച് മല്ലിച്ചപ്പ് വെറുതെ ഡെക്കറേഷന് വേണ്ടിയിട്ട് ഇട്ട് കൊടുത്തേ ഉള്ളൂ, നിർബന്ധമൊന്നുമില്ല. അപ്പോൾ ഇത് ഞാൻ ഇത് പത്തലിലേക്ക് ഈ കറിയും കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിപ്പോൾ ഒന്നത് ഗ്യാസിനൊരു പ്രശ്നമുള്ളതുകൊണ്ട് ഇങ്ങനെ ചെയ്താൽ രണ്ടും കൂടെ ഒന്നിച്ചാവും. അല്ലാണ്ട് പ്രത്യേകിച്ചിട്ട് മുട്ടാകുമ്പോൾ പൂങ്ങാനായിട്ടൊന്നും വെക്കണമെന്നൊന്നുമില്ല. എല്ലാവർക്കും അറിയുന്നവരുണ്ടാവും, അറിയാത്തവർക്കായിട്ട് ഉപകാരപ്പെട്ടോട്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഉണ്ടാക്കിയപ്പോൾ വീഡിയോ എടുത്തതേ ഉള്ളൂ. അപ്പോൾ ഇത് മുട്ടക്കറി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമെങ്കിൽ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.